പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭാ സംവിധാനത്തിൻ്റെ ആനുകാലികമായ ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നു. അല്പം ദൈർഘ്യമുള്ള ഈ പ്രഭാഷണം നിങ്ങൾ ഏകാന്തതയിൽ സമയമെടുത്ത് ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ചു നാളായി എൻ്റെ മനസ്സിൽ കിടന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. കെട്ടിക്കിടക്കുന്നത് എന്തും കുറേ കഴിയുമ്പോൾ ജീർണിക്കുമല്ലോ. എൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ അടുത്ത നാളിൽ UK മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ, ഈ വൈദികർക്ക് എന്താണ് ഇത്ര ധാർഷ്ട്യം? അതേപോലെ അമേരിക്കയിലെ ഊസ്റ്റണിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു. സമാനമായ ചോദ്യം തന്നെയാണ്. നാം പലയിടത്തുനിന്ന് കേൾക്കുന്നതും അറിയുന്നതും ഈ വൈദിക ധാർഷ്ട്യത്തിൻ്റെ, പിടിവാശിയുടെ, ധിക്കാരത്തിൻ്റെ വാക്കുകളാണ്. അത് കുറച്ചു കാലമായി എന്നെ അലട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഈ ധിക്കാരികളും പിടിവാശിക്കാരുമാകുന്നതെന്ന് അതൊരു ചോദ്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു ഇടവകയിലെ 4 പേർ ഇടവക പ്രശ്നവുമായി അവരുടെ സഭാധ്യക്ഷനെ കാണുവാൻ ചെന്നു. 2 ദിവസമായി അവർ നടക്കുന്നു അദ്ദേഹത്തെ കാണാൻ, പക്ഷെ കാണാൻ സാധിച്ചില്ല. ചെന്നപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രഭാതത്തിൽ കണ്ടെത്തി. അദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു, വളരെ ക്രൂദ്ധനായി, വളരെ ധിക്കാരത്തോടെ, മുഖഭാവത്തോടെ. നിങ്ങൾ ആരാ? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, ഞങ്ങളൊരു നിവേദനം ഏൽപ്പിച്ചിരുന്നു, അങ്ങത് കണ്ടുവോ? ഞാൻ കണ്ടു, വായിച്ചു. അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്, അങ്ങയെ കാണാൻ വന്നതാണ്, എനിക്കാരെയും കാണണ്ട, എനിക്ക് ആരുമായി ഒരു ചർച്ചയും വേണ്ട. അദ്ദേഹം ധിക്കാരപൂർവം തൻ്റെ മുറിയിലേക്ക് കടന്നുപോയി വാതിലടച്ചു. അതൊരു ഇടയനാണ്, ചെന്നത് കുഞ്ഞാടുകളുമാണ്. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ അടങ്ങിയ പുസ്തകം തിരുവനന്തപുരം കാർമൽ വിഭാഗം പ്രസിദ്ധീകരിച്ചതാണ്. ഒന്ന് കാരുണ്യത്തിൻ്റെ മുഖം, മറ്റൊന്ന് സുവിശേഷത്തിൻ്റെ ആനന്ദം. ഈ 2 പുസ്തകങ്ങളിലും നാം വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒരു നല്ല ഇടയൻ്റെ സൽഗുണങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള വെളിപാടുകളാണ്. എനിക്കപ്പോൾ തോന്നി, ഈ മാർസിസ് മാർപ്പാപ്പ ആടുകളുടെ മണമുള്ള ഇടയനാണ് എന്ന്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഇടയന്മാരും ആടുകളുടെ മണമുള്ളവരാകണം. സഭയുടെ ധർമ്മം ഡോഗ്മാറ്റിക് അല്ല. ഡോഗ്മാറ്റിക്കിന് പിടിവാശി എന്നൊക്കെ പറയാം, അതല്ല. അത് അജപാലനപരമാണ്, അത് സുവിശേഷാത്മകവുമാണ്. അല്ല, യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ദരിദ്രർക്കുള്ളതാണ് സുവിശേഷമെന്ന്. അപ്പോൾ സുവിശേഷം ദരിദ്രർക്കുള്ളതാണ്. പക്ഷെ നമ്മുടെ എല്ലാ ഇടപെടലുകളും ധന്വാന്മാർക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർപ്പാപ്പ വ്യക്തമായി പറയുന്നു, സഭാ നേതൃത്വം തങ്ങളുടെ അരമനകൾ വിട്ട് തെരുവുകളിലേക്കും ചേരികളിലേക്കും ചന്തകളിലേക്കും ഇറങ്ങിച്ചെല്ലണമെന്ന്. എന്തൊരു പ്രയോഗമാണത്! പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, മാറ്റി നിർത്തപ്പെട്ടവരുടെ ഇടങ്ങളിലേക്ക് ഇടയന്മാർ കടന്നു ചെല്ലണം. സഭ
സ്ഥാപനവൽക്കരണത്തിനെതിരാകണം. സഭ അദ്ദേഹം വ്യക്തമായി ഉപയോഗിക്കുന്നൊരു വാക്ക് ക്ലെറിക്കലിസം എന്നാണ്. ക്ലെറിക്കലിസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വൈദികാധിപത്യത്തിനോട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. വൈദിക ആധിപത്യം, ആ ക്ലെറിക്കലിസം ഇല്ലാതാകണമെന്നാണ് മാർപ്പാപ്പ പറയുക. ഇപ്പം സഭാധിപത്യം അല്ലെങ്കിൽ വൈദികാധിപത്യം അത് വല്ലാണ്ട് നമ്മളെ ഇടയന്മാരെ കുരുക്കുന്നുണ്ട്. എൻ്റെ ഈ വിഷയവും അത് തന്നെയാണ്. സഭാധിപത്യത്തിൻ്റെ വൈദികാധിപത്യത്തിൻ്റെ അടിച്ചമർത്തലുകൾ ഏൽക്കേണ്ടി വരുന്ന ഒരു അൽമായ സമൂഹത്തെയാണ് പലപ്പോഴും നാം മുന്നിൽ കാണുക. മാർപ്പാപ്പ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യം, ആരോടെങ്കിലും എന്തിനെയെങ്കിലും വെറുക്കുന്നതല്ല നമ്മുടെ സഭ, അതല്ല നമ്മുടെ രീതി. എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്, ചേർത്ത് നിർത്തുന്നതാണ് സഭയുടെ രീതി എന്നത് വ്യക്തമായി പറയുന്നുണ്ട്. അതാണോ നമ്മളിപ്പോൾ അനുഭവിക്കുക? എല്ലാവരെയും എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്നതാണോ സഭ? യേശുവിൻ്റെ മനോഹരമായ ഒരു പ്രതീകാത്മകമായ ഒരു പ്രയോഗമാണ് ഇടയനും അജഗണവും എന്നുള്ളത്. ആ ഇടയൻ അജഗണം അത് മനോഹരമായൊരു സുവിശേഷ സങ്കല്പവുമാണ്. അദ്ദേഹം വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ വാക്കുകളാണ്. കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകും ഇടയൻ. കാരണം എന്താണ്? ആടുകളിൽ അയാൾക്ക് താല്പര്യമില്ല. ഈ അജഗണങ്ങളെ കേൾക്കാത്തവൻ, അവരിൽ നിന്ന് മുഖം തിരിക്കുന്നവൻ ആരായാലും നല്ല ഇടയനല്ല. അവർക്ക് ഈ ഇടയജനങ്ങളിൽ, ഈ അജഗണങ്ങളിൽ താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ സൂചന. യഥാർത്ഥ ഇടയൻ, യേശു പറയുന്നു, യഥാർത്ഥ ഇടയൻ ആടുകൾക്ക് വേണ്ടി മരിക്കും. ആടുകൾക്ക് വേണ്ടി മരിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. കാരണം ആടുകൾ അയാളുടെ സ്വന്തമാണ്. അജഗണം തൻ്റെ സ്വന്തമാണെന്ന് തോന്നുമ്പോൾ മാത്രമേ ഇടയൻ തൻ്റെ ദൗത്യത്തെ സമ്പൂർണ്ണമാക്കുന്നുള്ളൂ. പക്ഷെ അതല്ല നാം ഇവിടെ കാണുക. കാണാതെ പോയ ആടിനെ തേടിപ്പോയവനാണ് യേശു. അത് നാം മറന്നുപോകുന്നു. പത്രോസ് സഹപ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അജഗണത്തോടുള്ള നിങ്ങളുടെ ദൗത്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പരിപാലിക്കുക. അത് നിർബന്ധമൂലമായിരിക്കരുത്. നിങ്ങൾ അജഗണങ്ങളെ പരിപാലിക്കുന്നത് നിർബന്ധപൂർവമായിരിക്കരുത്. അത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. പത്രോസിൻ്റെ വാക്കുകളാണ്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആകരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അല്ല, ലാഭേച്ഛയുടെ ഒരിച്ഛയാണ് നമ്മുടെ സഭാ നേതൃത്വങ്ങളിൽ, സഭാ കൊട്ടകുത്തളങ്ങളിൽ ഇപ്പോൾ കാണുക. ലാഭേച്ഛ. ഒരു ലാഭേച്ഛയോടെയും ആകരുത് ഇടയൻ്റെ പ്രവൃത്തികൾ. അത് തീക്ഷ്ണതയോടെ ആയിരിക്കണം. അത് അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടാവരുത്. ഇത് ഞാൻ പറയുന്നതല്ല, പത്രോസ് പറയുന്ന വാക്കുകളാണ്. തൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹം പറയുന്നതാണ്. കാലാതിവർത്തിയായ വാക്കുകൾ ഇന്നും വർഷങ്ങൾക്ക് ശേഷവും കാലങ്ങൾക്ക് ശേഷവും നമ്മുടെ മുന്നിൽ മുഴങ്ങുകയാണ്. നിങ്ങൾ അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ സൗമ്യപൂർവം, മാതൃകാപൂർവം അവരോട് പെരുമാറുക. സന്മാതൃക നൽകിക്കൊണ്ടാവുക നിങ്ങൾ പെരുമാറുക. ഭയങ്കരമായ പ്രയോഗങ്ങളാണ്. ലാഭേച്ഛയോടെ ആകരുത്. അത് നിങ്ങൾ അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടാവരുത്. നമ്മുടെ ഇന്നത്തെ എല്ലാ രംഗങ്ങളിലും ഈ പാവപ്പെട്ട അജഗണത്തിൻ്റെ മേൽ, അൽമായരുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും ചെയ്തികളും എല്ലാം. ഏത് ഇടയലേഖനവും നമ്മൾ വായിച്ചാൽ, അല്ലെങ്കിൽ ഏത് വൈദികൻ്റെ പ്രസംഗവും നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടെയെല്ലാം ആധിപത്യത്തിൻ്റെ, അധികാരത്തിൻ്റെ സ്വരമാണ് നാം കേൾക്കുക.
യേശുവിൻ്റെ സുവിശേഷം അത് ദരിദ്രർക്കുള്ള സുവിശേഷമാണ്. അതല്ലാത്തപ്പോൾ അദ്ദേഹം രോഷാകുലനാകുന്നുണ്ട്. എത്രയോ വട്ടം അദ്ദേഹം കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നു. നിങ്ങൾ അണലി സന്ധികളെ എന്ന് അവർ വിളിക്കുന്നു. നിങ്ങൾ അന്ധകാരത്തിൻ്റെ മാർഗദർശികളാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, യേശുവിൻ്റെ വാക്കുകളാണ്. രോഷം വന്നപ്പോൾ നിങ്ങൾ ഭാരമുള്ള ചുവടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിവയ്ക്കുന്നു, ചുമലിൽ വെച്ചു കൊടുക്കുന്നു. ബൈബിളിലെ വാചകമാണ്. പുരോഹിതന്മാരോട് പറയാണ് അദ്ദേഹം, നിങ്ങൾ ഭാരമുള്ള ചുവടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിവയ്ക്കുന്നു, എന്നിട്ടോ അവരുടെ നിങ്ങൾ സ്വർഗരാജ്യം അവരുടെ മുമ്പിൽ അടച്ചു കളയുന്നു. ഇന്ന് അജഗണത്തിൻ്റെ മേൽ ഭാരങ്ങൾ കൊടുക്കുകയാണ്. സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ജനതയുടെ മേൽ തങ്ങളുടെ അധികാരവും സമ്പത്തും പ്രയോഗിച്ചുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ ആ അജഗണത്തിൻ്റെ മേൽ ഭാരങ്ങൾ നൽകുകയാണ്. യേശുവിൻ്റെ മറ്റൊരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഒരുവനെ നിങ്ങൾ മതത്തിൽ ചേർക്കാൻ വേണ്ടി കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഒരു പ്രധാന അജണ്ട വികസനമാണ്. ഈ പശ്ചിമഘട്ടങ്ങളെ മറികടന്ന് കടലുകളെ മറികടന്ന് ഈ മലബാർ സഭയെ, സീറോ മലബാർ സഭയെ വികസിപ്പിക്കുക. അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ യേശു ഇത് പറയുക? നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോഴോ നിങ്ങൾ അവരെ നരകസന്തതികളാക്കി മാറ്റുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കയിലാവട്ടെ, യൂറോപ്പിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, ഈ സീറോ മലബാർ സഭ കടന്നു ചെന്നിട്ട് അവരെ മലബാർ സഭയിലോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ മേൽ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അവരുടെ മേൽ അവരുടെ സ്വസ്ഥതകളും സ്വാതന്ത്ര്യങ്ങളും ജീവിത ചിന്തകളും അവരുടെ അനുഭൂതികളെ, സ്വകാര്യതകളെ എല്ലാം നശിപ്പിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ അവരെ നരകസന്തതികളാക്കി മാറ്റുന്നു. അല്ല, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ സഭാധികാരികൾ ഒരിക്കലും യേശുവിനെക്കുറിച്ച് പറയുന്നില്ല. അവർ പറയുന്നത് മുഴുവൻ സഭയെക്കുറിച്ചാണ്. യേശുവില്ലാത്ത സഭയെക്കുറിച്ചാണ് അവർ പറയുന്നത് മുഴുവനും. ക്രിസ്തുമതം അത് പള്ളിമതമായി മാറി. പള്ളി കേന്ദ്രീകൃതമായ മതാധിപത്യ സാമ്പത്തികവൽക്കരണത്തിൻ്റെ ഒരു മേഖലയായി സഭയെ മാറ്റി. ക്രിസ്തുമതം പോയി, അത് പള്ളിമതമായി. ദൈവഭക്തി പോയി. ഇപ്പോൾ പുരോഗതിയിൽ നാം കാണുന്നത്, അല്ലെങ്കിൽ കുറേ അജഗണങ്ങളിൽ കാണുന്നത് അധികാരഭക്തിയാണ്, അധികാരത്തിൻ്റെ ഭക്തി. യേശു എന്ന ആശയം പോയി. യേശു എന്ന ആശയത്തെ ഉപകരണമാക്കി, അത് കച്ചവടമാക്കി, അതിനെ യാന്ത്രികമാക്കി. യേശുവില്ലാത്തൊരു സഭ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വളർന്നു വരികയാണ്. അല്ല, നമ്മുടെ വൈദികരുടെ ഏറ്റവും വലിയ കർമ്മം, വിശുദ്ധമായ കർമ്മം എന്ന് പറയുന്നത് കുർബാനയാണ്. കുർബാന ഒരു സുറിയാനി വാക്കാണ്. ഈ സുറിയാനി വാക്കിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. എല്ലാ വൈദികരും തുടക്കത്തിലെ മനോഹരമായി പാടുന്നുണ്ട്, അനുരഞ്ജിതരായി തീർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. അനുരഞ്ജനം എവിടെ? അതാണ് നമ്മുടെ പ്രശ്നം. ഒരുമ എവിടെ? അവർ അൾത്താര വേദികളിൽ നിന്നുകൊണ്ട് വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, ഭിന്നതയുടെ സ്വരങ്ങളാണ് കേൾപ്പിക്കുക. പലപ്പോഴും മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയാണ് പള്ളിയിലോട്ട് വരിക. അവിടെ അവൻ അസ്വസ്ഥനായി തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇടവകൾ എത്തിച്ചേർന്നിരിക്കുന്നു. കലുഷിതമാക്കുന്നു ഒരു ജനതയുടെ വികാരങ്ങളെ, അവരുടെ ജീവിതങ്ങളെ. പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം വന്നിട്ട് വിദ്വേഷവും ഭിന്നതയും അവർ കൊണ്ടുവരികയാണ്. അപ്പവും വീഞ്ഞും പങ്കുവെക്കുന്നതാണ് കുർബാന. ആ അപ്പവും വീഞ്ഞും പങ്കുവെക്കുന്നതോടൊപ്പം അവർ ഭിന്നതയും വൈരാഗ്യവും വെറുപ്പും പങ്കുവയ്ക്കുന്നു. അത് വല്ലാതെ പള്ളിയിൽ പോകുന്ന എന്നെ അലട്ടുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ വൈദികർ ദൈവത്തെ കൊണ്ടുവരണം, ദൈവത്തെ കാണിച്ചു കൊടുക്കണം. അവർ പ്രതിപുരുഷന്മാരാണെന്നാണ് പറയുക.
അവർ ആരുടെ പ്രതിപുരുഷന്മാർ? യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ. അവർ ദൈവത്തെ മുമ്പിൽ കാണിക്കണം. അല്ല, മോശയുടെ കാര്യം ഇവിടുത്തെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഒരിക്കലും ദൈവത്തെ കാണുന്നില്ല. ദൈവത്തിൻ്റെ കടന്നുപോകലാണ് മോശ അനുഭവിച്ചത്. ഈ കടന്നുപോകൽ മോശയുടെ മുമ്പിലൂടെ ദൈവം കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിതമായി എന്ന് പുറപ്പാട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിതമായി. അത് ജനം കണ്ടു. ദൈവം കടന്നുപോയി എന്ന് ജനം അറിഞ്ഞത് മോസസിൻ്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ടാണ്. സാധാരണ ജനം ദൈവത്തെ കാണുന്നത് പുരോഹിതരിലൂടെയാണ്. പക്ഷേ പുരോഹിതർ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ജനം ചിന്തിക്കുന്ന വിവേകമുള്ള ജനം പലപ്പോഴും മാറിപ്പോവും, പള്ളിയിൽ നിന്ന് മാറിപ്പോവും. അല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം 2 ആഴ്ചയോളം ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിലായപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, 1990 മുതൽ ഈ 2021 വരെ ജർമ്മനിയിൽ മാത്രം 26 ലക്ഷം കത്തോലിക്കർ സഭ വിട്ടുപോയി. സഭ വിട്ടുപോയി, പള്ളി വിട്ടുപോയി. യേശുവിനെ വിട്ടു എന്ന് അതിനർത്ഥമില്ല. ചെറിയ കാര്യമല്ല. ഒരു ചെറിയ രാജ്യത്ത് മാത്രം 26 ലക്ഷം പേർ ഈ 10-20 വർഷങ്ങൾ കൊണ്ട് സഭ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ യേശുവിനുള്ള വിശ്വാസക്കുറവുണ്ടല്ല, പള്ളിയോടുള്ള അമർഷം കൊണ്ടാണ്. പള്ളിമതത്തിൻ്റെ ആചാരാനുഷ്ഠാന ബന്ധിതമായ പ്രവൃത്തികൾ, ഈ വൈദികരുടെ ആധിപത്യത്തിൻ്റെ ചെയ്തികൾ അവരെ പള്ളിയിൽ നിന്ന് അകറ്റുന്നു. യൂറോപ്പിൽ പ്രത്യേകിച്ച് ചർച്ച് ടാക്സ് ഉണ്ട്. പള്ളിയിൽ നിന്ന് മാറുമ്പോൾ അതവർക്ക് കൊടുക്കണ്ട, അതവരുടെ ശമ്പളത്തിൽ നിന്നും മറ്റ് കട്ട് ചെയ്യുകയാണ് പ്രതിമാസം. അതൊഴിവാകുക സാമ്പത്തിക ലാഭം മാത്രമല്ല, തങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്തിനാണ് ഈ അമർഷവും ഈ വിദ്വേഷവും സമാധാനക്കുറക്കേടും അനുഭവിക്കുന്നത്? യൂറോപ്പിൽ കുറച്ചുകൂടെ ചിന്തയുണ്ട്, അവർക്ക് കുറച്ചുകൂടി ശാസ്ത്ര അവബോധമുണ്ട്, അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യബോധമുണ്ട്. അതുകൊണ്ട് അവരെ ആരും അടിമകളാക്കാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവർ സ്വയം വിട്ടുപോകും. അല്ല, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ മുന്നിലൂടെ യേശു കടന്നു പോയപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭോ, ഗുരുവോ, നോക്കൂ, എത്ര മനോഹരമാണ് ഈ ദേവാലയം, എത്ര വിശിഷ്ടമായ കല്ലുകൾ, രത്നക്കല്ലുകൾ, മനോഹരം ഈ ദേവാലയം. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകർക്കപ്പെടും. എത്രയോ വർഷങ്ങൾക്ക് പിന്നിൽ നിന്നാണ് യേശുവിൻ്റെ വാക്കുകൾ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകർക്കപ്പെടും. ദേവാലയം തകർക്കപ്പെട്ടു. AD 70 തകർക്കപ്പെട്ട ദേവാലയത്തിന് ശേഷം യഹൂദന്മാർ നാട് വിട്ടു. അവർക്ക് ദേശമില്ലാതായി, അവർ നാടോടികളായി. അവർ പിന്നെ പള്ളികൾ പണിതില്ല, നേർച്ച കാഴ്ചകൾ, ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയില്ല. അവർ സിനഗോഗുകളാണ് പണിതത്. സിനഗോഗുകൾ എന്താ? സിനഗോഗുകൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയുള്ള വേദികളല്ല. സിനഗോഗ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് വായനയുടെ, ചിന്തയുടെ, മനനത്തിൻ്റെ ലോകമാണ്. അവർ സാഹിത്യ ഗ്രന്ഥങ്ങൾ വരെ വിശിഷ്ട ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചു. വായനയുടെ കേന്ദ്രങ്ങളായി അവർ ഈ സിനഗോഗുകളെ മാറ്റി. വായനയെ അവർ അനുഷ്ഠാനമാക്കി. അല്ല, നമ്മുടെ ദേവാലയങ്ങളോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ അതിനോട് ബന്ധപ്പെട്ട് ഇത്തിരി വായിക്കാനുള്ള സൗകര്യം യുവാക്കൾക്ക്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. വായനയൊന്നും നമ്മുടെ ലോകത്തുള്ളതല്ല, നമ്മുടെ പ്രയോറിറ്റി വരുന്ന കാര്യങ്ങളല്ല. പണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു, കൈപ്പുഴ ഫൊറാന പള്ളിയുടെ തൊട്ട് ചേർന്ന് പ്രാചീനമായ വിശിഷ്ടമായ ഒരു വട്ടത്തിലുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു. അത് ലൈബ്രറി ആയിരുന്നു പോലും. ആ ലൈബ്രറി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് കൊട്ടിയടച്ചു. ഒരു വൈദികൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സായാഹ്നങ്ങളെ അവിടെ വന്നുകൂടുന്ന ചെറുപ്പക്കാർ
അസ്വസ്ഥമാക്കുന്നു, അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടിയിരുന്ന ആ ലൈബ്രറി അച്ഛൻ പൂട്ടിച്ചു. അല്ല, വൈദികരോ വായിക്കത്തില്ല, മറ്റുള്ളവർ വായിക്കാൻ അവർ സമ്മതിക്കത്തുമില്ല. അല്ല, നമ്മുടെ പ്രയോറിറ്റിയിൽ വായന എന്ന് പറയുന്നതില്ല. എന്നെ പലപ്പോഴും അലട്ടുന്ന ഒന്ന് ഈ വൈദികരുടെ ഏകാന്തതയാണ്. പകലവരെങ്ങനെയും കടന്നു പോകും. ഒരു മരാമത്ത് പണിയുണ്ട്, ആ പണിയുണ്ട്, ഈ പണിയുണ്ട്. പക്ഷേ സന്ധ്യ കഴിച്ചാൽ അവരുടെ പള്ളിമുറികൾ ഏകാന്തമാണ്, ശൂന്യമാണ്. ഏതു പള്ളിയും ഒരു വലിയ മിക്കവാറും കുന്നിൻ പുറങ്ങളിലാണ്. ആ പള്ളിക്ക് ചുറ്റും കുറേ ഏക്കർ സ്ഥലമുണ്ടാവും. അത് വിജനമാണ്. തൊട്ടപ്പുറത്ത് സിമിത്തേരി കാണും. അപ്പോൾ ഏത് പള്ളിമുറിയും, അച്ഛൻ വസിക്കുന്ന ഏത് പള്ളിമുറിയും ഏകാന്തമാണ്. മറ്റൊരു കൂട്ടില്ല. പണ്ട് കാലത്ത് കുശിനിക്കാരെന്നൊക്കെ പറയുന്ന, ബാല്യക്കാരെന്നൊക്കെ പറയുന്നവർ കുറേ കൂട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതിന് പകരം അടുത്തുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നാണ് ഭക്ഷണം വരിക. കന്യാസ്ത്രീ മഠമാവട്ടെ കുറച്ച് അകലെയും ആവും. അവരുമായിട്ട് സംസർഗം പാടില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ തികച്ചും ഏകാന്തമായിരിക്കും ഒരു വൈദികൻ്റെ സന്ധ്യകൾ, രാത്രികൾ. ഏകാന്തമായ മനസ്സ് പൈശാചികമായിരിക്കുമെന്ന് ഒരു പഴയ ചൊല്ലുണ്ട്. പിശാചിൻ്റെ ഉറവിടം ആലയമാണ് എന്ന് പറയാറുണ്ട്. അല്ല, കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായ ഒരു മലയാള കാവ്യം ചിന്താവിഷ്ടയായ സീത. ചിന്താവിഷ്ടയായ സീത നമുക്കറിയാം. സീത വളരെ പവിത്രയാണ്. അവളുടെ രണ്ട് മക്കളെ പിന്നെ വാൽമീകിയുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. അവരുടെ പിതാവിൻ്റെ രാമചന്ദ്രൻ്റെ, അതായത് ശ്രീരാമൻ്റെ അയോധ്യയിലേക്ക് പറഞ്ഞു വിട്ട ആ സന്ധ്യയിൽ സീത തനിച്ചായപ്പോൾ, ആശ്രമത്തിൽ അവൾ തനിച്ചായപ്പോൾ മനസ്സൻ പ്രയോഗിക്കുന്ന വാക്ക് അതിചിന്ത വഹിച്ചു സീത പോയിരുന്നാൾ. അതിചിന്ത വഹിച്ച്. അപ്പോൾ ഏകാന്തമാകുന്ന അവസ്ഥയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിന്തിച്ചു പോകും. അത് ചിന്ത വഹിക്കും. ചിന്ത വഹിച്ചപ്പോൾ അവൾ പലതും ചിന്തിച്ച കൂട്ടത്തിൽ രാമചന്ദ്രനെതിരെയും തന്നെ കാട്ടിൽ ഉപേക്ഷിച്ച, തന്നെ അനാഥമാക്കിയ ആ ശ്രീരാമനെതിരെയും അവളുടെ ചിന്തകൾ പോയി. അപ്പോൾ അവൾ ഒരു ക്ഷമാപൂർവം പറയുകയാണ്, ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗമില്ലടൂ, ചിലപ്പോൾ എൻ്റെ മനസ്സ് പോകാത്ത കുമാർഗമില്ലടൂ. എൻ്റെ മനസ്സ് അങ്ങനെ നേരായ വഴിയിലൂടെ അല്ലാതെ മറ്റു വഴികളിൽ സഞ്ചരിക്കും, ഓടിപ്പോകും. ചിലപ്പോൾ ഈ മനമോടാത്ത കുമാർഗമില്ലടൂ. ഈ മനസ്സ് ചിലപ്പോൾ ഏകാന്തതയിൽ മറ്റു വഴികൾ തേടിപ്പോകും. അങ്ങനെ സീതയുടെ മനസ്സ് അങ്ങനെ മറ്റു രീതിയിൽ അലഞ്ഞു പോകുന്നുണ്ട്. അത് ഏകാന്തതയുടെ പ്രശ്നമാണ്. അപ്പോൾ സീതയ്ക്ക് പോലും അങ്ങനെ ഏകാന്തമായ ഒരു കുമാർഗങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കാമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഏകാന്തതയിൽ പെട്ടുപോകുന്ന വൈദികർ, അവരുടെ മനസ്സും ഇതുപോലെ കുമാർഗങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയില്ലേ? അതിനെയാണ് നാം അവരോധിക്കുക. അതിനെ ഓവർകം ചെയ്യണം. ഈ ഏകാന്തമായ വിജനമായ മനസ്സിനെ അവർ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സർഗാത്മകമാക്കിക്കൊണ്ടാവണം. അല്ല, യേശു പോലും പറഞ്ഞല്ലോ, അല്ല ബൈബിളിൽ യേശു അല്ല, ദൈവം പോലും പറഞ്ഞല്ലോ, ദൈവം പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല, പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല. അതുകൊണ്ട് അദ്ദേഹം മഹത്തായ പ്രവൃത്തി ചെയ്തു ദൈവം. അപ്പോൾ ഏകനായിരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന വൈദികൻ നല്ല പ്രവൃത്തികൾ ചെയ്യണം. നല്ലതല്ലാത്ത പ്രവൃത്തികളിലേക്ക് അവരുടെ മനസ്സിനെ കുമാർഗങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അല്ല, മനുഷ്യൻ എന്തുകൊണ്ടാണ് ഏകാന്തതയിൽ നിന്ന്, വിജനതയിൽ നിന്ന് അവൻ്റെ മനസ്സിനെ മാറ്റാൻ എന്തെല്ലാം വഴി തേടി പോകുന്നു? അവൻ സിനിമ കാണാൻ പോകുന്നു, അവൻ ടി വിയിൽ വാർത്തകൾ കേൾക്കുന്നു, അവൻ പാട്ട് കേൾക്കുന്നു, അവൻ ചീട്ട് കളിക്കുന്നു, ചിലർ മദ്യപിക്കുന്നു, ചിലർ പുകവലിക്കുന്നു, ചിലർ വായിക്കുന്നു. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ? അവൻ്റെ സെൽഫിനെ അതിനെ പ്രതിരോധിക്കാനാണ്. അതിനെ ആ മനസ്സിനെ കർമ്മോന്മുഖമാക്കാനാണ്. അത് വളരെ പ്രശസ്തനായ കാൾ യുങ് മനഃശാസ്ത്രജ്ഞൻ പറയുന്നൊരു വാക്ക് ഞാൻ പറയാം. പീപ്പിൾ വിൽ ഡു എനിത്തിങ് no matter how absurd to avoid facing their own souls. People will do anything
നോ മാറ്റർ ഹൗ അബ്സേർഡ്, ടു അവോയ്ഡ് ഫേസിങ് ദെയർ ഓൺ സോൾസ്. അവനവൻ്റെ ആത്മാവിനെ, അവനവൻ്റെ ആത്മസത്തയെ പ്രതിരോധിക്കുവാൻ, അതിനെ അഭിമുഖീകരിക്കുവാൻ മനുഷ്യൻ എന്തും ചെയ്യും. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തികളുടെ പിന്നിലും അവനവൻ്റെ ആത്മരക്ഷയാണ്. ആത്മരക്ഷ ആത്മാവിൻ്റെ പ്രതിരോധം, ആത്മാവിനെ അഭിമുഖീകരിക്കലാണ്. അപ്പോൾ പീപ്പിൾ വിൽ ഡു എനിത്തിങ് ടു അവോയ്ഡ് ഫേസിങ് ദെയർ ഓൺ സോൾസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വന്തം ആത്മാവിനെ, ആത്മവത്തയെ നേരിട്ട് ഇടപെടാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, അതിൽ ഓടിക്കൊള്ളിക്കലാണ് നമ്മുടെ എല്ലാ സർഗാത്മക പ്രവൃത്തികളും. മനുഷ്യൻ തനിച്ചിരിക്കാൻ, മനുഷ്യന് മനസ്സുമായി തനിച്ചിരിക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല. അത് അപൂർവം പേർക്ക് സാധിക്കുള്ളൂ. യോഗികൾക്ക് സാധിക്കും, മഹർഷിമാർക്ക് സാധിക്കും. യേശു എത്രയോ വട്ടം മണലാരണ്യങ്ങളിലും ഏകാന്തതകളിലും പോയിരിക്കുന്നു. ഫ്രാൻസിസ് അസീസി എത്രയോ വട്ടം കാട്ടിൽ പോയിരിക്കുന്നു. അത് അവനവൻ്റെ ആത്മാവുമായി സംവദിക്കാൻ വലിയ പ്രയാസമാണ് സാധാരണക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരും. അതൊക്കെയാണ് പലപ്പോഴും മോശമായ പ്രവൃത്തിയായി പിന്നീട് രൂപാന്തരപ്പെടുന്നത്. അല്ല, എൻ്റെ ചില സുഹൃത്തുക്കളായ വൈദികർ, ഞാൻ പലപ്പോഴും പള്ളിബോർഡുകളിൽ ചെന്നിട്ട് അവിടെ വന്നു ചേർന്ന് അവർക്ക് ഫ്രീ ആയി കിട്ടുന്ന പ്രസിദ്ധീകരണങ്ങളുടെ റാപ്പർ പോലും പലയിടത്തും അഴിച്ചു മാറ്റാതെ കിടപ്പുണ്ട്, തുറന്നു വെക്കാതെ കിടപ്പുണ്ട്. അതെന്തുകൊണ്ടാണ് അതൊക്കെ? ഒരു പല ബൈബിൾ കട്ടിച്ച് കാണുമായിരിക്കാം, മറ്റൊരു പുസ്തകം പോലും പലയിടത്തും കാണാറില്ല. ഞാൻ ആകെ കണ്ടത് മാതൃഭൂമി വായിക്കുന്ന, ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന 2 വൈദികരെയാണ്. ഒരു വൈദികൻ മുറിയിൽ ചെന്നപ്പോൾ ഭാഷാഭൂഷണി അദ്ദേഹം വരുത്തുന്നുണ്ട്. ഒരു വൈദികൻ. മഹാഭൂരിപക്ഷം വൈദികരും വായനക്കാരല്ല, വായിക്കത്തില്ല. അവരുടെ ഏകാന്തതയെ സബ്ലൈം ചെയ്യത്തില്ല. അത് ഈ വായന എന്ന് പറയുന്നത് ആശയങ്ങളുടെ ലോകത്തിലേക്ക്, എഴുത്തിൻ്റെ ലോകത്തിലേക്ക്, സർഗാത്മകതയിലേക്ക് അവരെ നയിക്കും. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഫാദർ ഡോക്ടർ KM ജോർജ്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊരു സ്വസ്ഥതയാണ്. പുസ്തകങ്ങളുടെ ഒരു ബഹളം, നമ്മൾ കാണാത്ത കേൾക്കാത്ത പുസ്തകങ്ങൾ, അദ്ദേഹം മുഴുവൻ വായിച്ച പുസ്തകങ്ങളാണ്. നല്ല പ്രഭാഷകനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുഴുവൻ ചിത്രങ്ങളാണ്. അച്ഛൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം കർമ്മിച്ചു? അത് ഞാൻ എൻ്റെ ഏകാന്തതയെ സർഗാത്മകമാക്കുകയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതാണ്. അല്ലെങ്കിൽ പല വിചാരത്തിൽ പെട്ടുപോകും, കുമാർഗങ്ങളിൽ പെട്ടുപോകും. ഫാദർ ജോബി ജോസ് കട്ടിക്കാട് മനോഹരമായി പറയുകയും എഴുതുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ മുമ്പിൽ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളറിയാതെ വേറൊരു ലോകത്തിലേക്ക് കടന്നു പോകും. ഞാൻ എൻ്റെ യൗവനകാലത്ത് വായിച്ചത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അപൂർവം വൈദികർ മാത്രം എഴുതുന്ന ലേഖനങ്ങൾ. അത് ഡോക്ടർ A. അടപ്പൂർ ജസ്യൂട്ട് ഫാദറാണ്. അതുപോലെ ഡോക്ടർ J. കട്ടക്കൽ. ഇപ്പോൾ ഒരു വൈദികൻ പോലും ഒരു ലേഖനം എഴുതിയതായിട്ട് ഞാൻ എങ്ങും കാണുന്നില്ല. നല്ല പ്രസിദ്ധീകരണങ്ങളിൽ നല്ല ലേഖനങ്ങൾ. അതെന്താണ്? അറിവിൻ്റെ, വായനയുടെ, ചിന്തയുടെ, മനനത്തിൻ്റെ ഒരു ലോകം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചതേ ഉള്ളൂ. ഒരു ഫാദർ പോൾ തേലക്കാട്ട്. അദ്ദേഹം ഒരു വിവാദ പുരുഷനാണ്. എന്തുകൊണ്ട് വിവാദ പുരുഷനായി? അദ്ദേഹം വിവാദ പുരുഷനായി? അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ, വേറിട്ട ചിന്തകൾ. 18 വർഷം സത്യദീപത്തിൽ അതിൻ്റെ എഡിറ്ററായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഈ കഥാവശേഷം. ഇത് വായിക്കുമ്പോൾ മനുഷ്യൻ കടന്നുപോയ സംഘർഷങ്ങൾ, ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ, അവഗണനകൾ, അദ്ദേഹം ചെയ്ത സർഗാത്മകമായ ഇടപെടലുകൾ ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ആവണം വൈദികൻ. ധാർമ്മിക രോഷം ഉള്ളവൻ, ധർമ്മമുണ്ടെങ്കിലേ, ഒരുവൻ്റെ മനസ്സിൽ ധർമ്മമുണ്ടെങ്കിലേ അവൻ ധാർമ്മിക രോഷം കൊള്ളുകയുള്ളൂ.
മനസ്സിലൊന്നുമില്ലാത്തവർ അവർ ചുമ്മാ ഒരു 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 ഇളം പുഞ്ചിരിയുമായി അല്ലെങ്കിൽ മനസ്സിൽ അമർഷങ്ങളുമായി നിൽക്കും. മനസ്സിൻ്റെ പ്രതിഫലനമാണ് മുഖം. അതേപോലെ എത്രയോ പേര്, ഞാൻ എൻ്റെ യൗവനത്തിൽ എൻ്റെ വേറിട്ട ചിന്തകളിലേക്ക് മതവും ദൈവവും എന്ന് പറയുന്ന യാഥാസ്ഥിതികമായ ചിന്തകൾക്കപ്പുറത്തേക്ക് എൻ്റെ ചിന്തകളെ കൊണ്ടുപോയത് ഫാദർ സെബാസ്റ്റ്യൻ കാപ്പൻ്റെ പുസ്തകങ്ങളാണ്. വിശ്വാസത്തിൽ വിപ്ലവത്തിലേക്ക് എന്ന് പറയുന്ന പുസ്തകം എൻ്റെ വിശ്വാസത്തെ ഒട്ടൊക്കെ മാറ്റിമറിച്ചു. ഒരു പാവപ്പെട്ട നിഷ്കളങ്കമായ നാട്ടുപുറത്തുകാരൻ്റെ യുക്തിയില്ലാത്ത ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെയാണ് കാപ്പനച്ചൻ മാറ്റിമറിച്ചത്. അത് ഓരോ മനുഷ്യൻ്റെ ആശയങ്ങൾ, ചിന്തകൾ, അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വൈദികർ ധാർഷ്ട്യവും അഹങ്കാരവും മോശപ്പെട്ട പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ വളരെ ശ്രദ്ധേയമായ സിസോറോ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം AD 40 റോമിൽ ജീവിച്ച ഒരു ചിന്തകനാണ് സിസറോ. അദ്ദേഹത്തിൻ്റെ വാചകം ഞാൻ വായിക്കാം. ഓൾ ക്രൂവൽറ്റി സ്പ്രിങ്സ് ഫ്രം വീക്ക്നെസ്. നിങ്ങളെ എല്ലാ ക്രൂരതകളും ഉത്ഭവിക്കുന്നത് നിങ്ങളുടെ ദൗർബല്യത്തിൽ നിന്നാണ്. ശക്തനായ മനുഷ്യൻ ശക്തമായ കാര്യങ്ങളെ, നന്മകളെ ചെയ്യൂ. നമ്മുടെ ദൗർബല്യങ്ങളാണ് എന്തുകൊണ്ടാണ് ദുർബലമാകുന്നത്, ബലമില്ലാതാകുന്നത്. നിഷ എന്ന ചിന്തകൻ പറയുന്നുണ്ട്, ടു ബി ബ്രേവ് ഈസ് ഗുഡ്. വാട്ട് ഈസ് ഗുഡ്? ടു ബി ബ്രേവ് ഈസ് ഗുഡ്. നിങ്ങൾ ധീരനാവുക. അപ്പോൾ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല, നിങ്ങൾക്കാരെയും തോൽപ്പിക്കാനുമാവില്ല. ധൈര്യം സ്വതന്ത്ര ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഓൾ ക്രൂവൽറ്റി സ്പ്രിങ്സ് ഫ്രം വീക്ക്നെസ്. നിങ്ങളുടെ ദൗർബല്യം, ദുർബലരാകരുത്. നമ്മൾ പലരും നമ്മുടെ ക്രൂരതകളെല്ലാം സമൂഹത്തോട് ചെയ്യുന്നത് നമ്മളിലെ ദൗർബല്യം കൊണ്ടാണ്. നമ്മളിലെ ധൈര്യം, നമ്മളിലെ സ്വതന്ത്ര ചിന്ത. നമ്മളിപ്പോൾ കേൾക്കാറില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന്. അത് നമ്മുടെ ആന്തരികമായ മനസ്സിനെ നമ്മൾ ശക്തമാക്കണം. അത് അറിവും അല്ല, വായിക്കുക എന്ന് പറയുമ്പോൾ ഏതോ കാലത്ത് ഏതോ മനുഷ്യർ അവരുടെ ജന്മം കൊണ്ട് സഫലീകരിച്ച അവരുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, ജീവിതങ്ങളെയാണ് നമ്മൾ ആവിഷ്കരിക്കുക. നമുക്കങ്ങനെ ജീവിതം ജീവിക്കാനാവില്ല. നമ്മളൊരു കൃതി വായിക്കുമ്പോൾ ആ കൃതിയിലൂടെ നാം കടന്നു പോകുന്നത് മറ്റൊരു ജീവിതം, മഹത്തായ ജീവിതങ്ങളുടെ ചിന്തകളാണ്. നമുക്ക് നമ്മുടെ ചെറിയ ജീവിതം കൊണ്ട് ഇതൊന്നും നേടാനാവില്ല. പക്ഷേ ഒറ്റ ജീവിതം കൊണ്ട് നമുക്കൊന്നും തേടി പിടിക്കാനാവില്ല. നമ്മൾ തേടുന്നത് നമുക്ക് മുമ്പ് ജീവിക്കുക, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രതിഭാശാലികളായ മനുഷ്യർ ജീവിച്ച ജീവിതങ്ങൾ നമ്മൾ തിരിച്ചറിയുക ഒറ്റ വായനയിലൂടെ. അതിലൂടെ നമ്മളും വലിയവരാവുകയാണ്. അതിലൂടെ നമ്മളും നമ്മുടെ മനസ്സും വികസിക്കുകയാണ്. വികസ്വരമായ മനസ്സ് ഈ ദൗർബല്യങ്ങൾക്ക് കീഴ്പ്പെടത്തില്ല. വികാസം, അവനെല്ലാം ക്ഷമിക്കും, അവനെല്ലാം സഹിക്കും. കാരണം അവൻ്റെ മനസ്സ് വിശാലമാണ്. അവൻ്റെ മനസ്സ് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പ്രാപ്തവുമാണ്. ഇടുങ്ങിയ മനസ്സ്, അതാണ് പലരുടെയും പ്രശ്നം. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് മനുഷ്യർ അവരുടെ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികരൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവൃത്തികളിലേക്ക് പോകുന്നത്, രാജകരണത്തെ അവഗണിക്കുന്നത്, അല്ലെങ്കിൽ ഇടയജനത്തോട് ഏറ്റുമുട്ടുന്നത്, അവരെ കണക്കിലെടുക്കാത്തത്, അവരെ കരുണാപൂർവം നോക്കാത്തത്, അവരെ ദയാപൂർവം അവരോട് പെരുമാറാത്തത്? ഇതൊക്കെ ഒരർത്ഥത്തിൽ അവരുടെ ബാല്യകൗമാരങ്ങളിൽ അവരുടെ മനസ്സിലേറ്റ മുറിവുകളുടെ പ്രതിഫലനമാണ്. അത് മുറിവുകൾ പലതാണ്. മാതാപിതാക്കളിൽ നിന്ന്, മറ്റു കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, വിശപ്പിൽ നിന്ന്, അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന്, അവരുടെ തിക്താനുഭവങ്ങൾ എന്നൊക്കെ പറയാം. ഈ തിക്താനുഭവങ്ങളൊന്നും അവൻ മറക്കത്തില്ല. അവരതിനെ മഹത്വീകരിക്കും, ചിലര് പക്ഷെ ഭൂരിപക്ഷം പേർക്കും ഈ തിക്താനുഭവങ്ങൾ അവരുടെ ഉപബോധ മനസ്സിൽ കടന്നിട്ട് അത് മറ്റൊരു രീതിയിലേക്ക്
കടന്നു വരും. എന്തുകൊണ്ട് ഈ അൺഹാപ്പി പീപ്പിൾ സ്റ്റാർട്ട് ഡ്രാമ ഫോർ നോ റീസൺ? അല്ല, ഈ എന്തുകൊണ്ടാണ് പല വൈദികരും അസന്തുഷ്ടരായിരിക്കുന്നത്? അവർക്ക് നല്ല പാർപ്പിടമുണ്ട്. ഒരു ഗ്രാമത്തിലെ ഇടവകയിലെ ഏറ്റവും നല്ല ധനവാന്റെ പാർപ്പിടം പോലെയാണ് അവരുടെ പാർപ്പിടം. ഏറ്റവും നല്ല ഭക്ഷണം അവർക്കുണ്ട്. അതിനെക്കുറിച്ച് അവർ ആകുലപ്പെടേണ്ടതില്ല. കഷ്ടപ്പാടുകളില്ല, വ്യാകുലതകളില്ല, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളില്ല, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് പലരും അസന്തുഷ്ടരായിരിക്കുന്നത്? അവരുടെ മുഖത്ത് പ്രകാശപൂരിതമായ ഒരു പുഞ്ചിരി വിടരാത്തത്? അവരെന്തുകൊണ്ടാണ് ദാർഢ്യത്തോടെ കോപത്തോടെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അധികടങ്ങളെ നോക്കുന്നത്? അതാണ് ചോദ്യം. അത് ഈ മുറിവുകളാണ്, മനസ്സിൽ ഏറ്റ മുറിവുകൾ. അത് അൺഹാപ്പി എന്ന് പറയും. അൺഹാപ്പി പീപ്പിൾ സ്റ്റാർട്ട് ഡ്രാമ, നാടകം അവർ കളിക്കും ഫോർ നോ റീസൺ. ഒരു കാരണവും വേണ്ട, ഒരു കാരണവുമില്ലാതെ ഈ അൺഹാപ്പി പീപ്പിൾ ജനങ്ങളുടെ മേൽ നാടകം കളിക്കും. ഇതാ പല ഇടവകളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. പല ഇടവകളിലും നാടകം കളിക്കുകയാണ് ഇടവക വികാരി, പുരോഹിതൻ. അൺഹാപ്പി പീപ്പിൾ, സന്തുഷ്ടനായ മനുഷ്യൻ ഒരിക്കലും മറ്റൊരുവരെ അവനെ വേദനിപ്പിക്കത്തില്ല. എൻ്റെ അസന്തുഷ്ടിയാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുന്നത്. അത് പല പല രീതിയിലാണെന്ന് മാത്രം. അത് അല്ല, നളിനി, കുമാരനാശാൻ്റെ നളിനിയിലെ ഒരു 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 വാചകം വളരെ പ്രശസ്തമാണ്. ജന്തുവിന് തുടരുന്നു വാസനാബന്ധമിങ്ങുടല് വീഴുവോളവും. ഒരു ജീവിക്ക് വാസനാബന്ധം പലതുമാകാം. ഉടല് വീഴുവോളവും അത് തുടരും. വാസനാബന്ധമിങ്ങുടല് വീഴുവോളവും. മരിക്കുന്നവർ വരെ അവനിൽ വാസനാബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ നാം ഓവർകം ചെയ്യണം, അതിനെ അതിജീവിക്കണം, അതിനെ നാം സബ്ലൈം ചെയ്യണം. അത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അതിചപലമായി അന്ധകരണം. കുമാരനാശാൻ കരുണയിൽ പറഞ്ഞ വാക്കുകളാണ്. അതിചപലം ഈ അന്ധകരണം. അത് ലോകഭോഗങ്ങൾ, പ്രതിനവരസങ്ങൾ, അത് പിന്നെ ഭൂരിശക്തികൾ, ഈ അതിചപലമാണ് അന്ധകരണം. മനുഷ്യൻ്റെ അന്ധകരണം അതിചപലമാണ്. ചങ്ങമ്പുഴ പറയുന്നുണ്ടല്ലോ, ചപലമോഹങ്ങൾ ആനയിക്കുന്നിടത്ത് ഞാൻ പോകത്തില്ലെന്ന്. ചപലമോഹങ്ങൾ ആനയിക്കും, ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമല്ല. ചപലമോഹങ്ങൾ, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ചപലമോഹങ്ങൾ നമ്മളെ ആനയിക്കും, പക്ഷേ ആ ചതിയിൽ നാം പെടരുത്. ചപലമോഹങ്ങൾ, ധനാസക്തികൾ, ഇതൊക്കെ നമ്മളെ, ഈ വൈദികരിൽ പലരും ഈ ധനാസക്തിയുടെ കാരണം എന്താണെന്നറിയാമോ? അവരിൽ പലരും ഈ ഇൻസെക്യൂർ ഫീലിംഗ് ആണ്. തങ്ങളുടെ ഭാവി, ഞാൻ ഒറ്റപ്പെടണം, എൻ്റെ ഭാവിക്ക് എൻ്റെ ധനം, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ധനം എനിക്ക് ശക്തി നൽകും, എൻ്റെ രക്ഷയ്ക്കുതകും. അപ്പോൾ ഈ ഇൻസെക്യൂർ ഫീലിംഗ്, ഞാൻ സുരക്ഷിതനല്ല എന്ന ബോധം, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ കടന്നു വരികയും നമ്മൾ പണത്തോട് ആസക്തിയുള്ളവരാകുകയും ചെയ്യും. അതാണ് ധനാസക്തി. ധനാസക്തി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ചപലമായ അന്ധകരണത്തിൽ നിന്ന് വരുന്നതാണ്. അത് ലോകഭോഗങ്ങളുടെ ഒരു ഭാഗമാണ്. ലോകഭോഗങ്ങൾ. പക്ഷേ ഒരു വൈദികൻ പ്രത്യേകിച്ച് ഈ ലോകഭോഗങ്ങളെ, ഈ അതിചപലമായ അന്ധകരണങ്ങളെ, ഇതെല്ലാം ഉത്ഭവിക്കുന്നത്, ഇതെല്ലാം വെളിപ്പെടുന്നത് നമ്മുടെ ഏകാന്ത വേളകളിലാണ്. അതിനെ സബ്ലൈം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സബ്ലൈം ചെയ്യുന്നത് നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ, നമ്മുടെ സർഗാത്മകമായ പ്രവൃത്തികളിലൂടെ വേണം. അത് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നാം ഈ വഴക്കും ബഹളവും അലമ്പും ഒച്ചപ്പാടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോകുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡ്, എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട് വർഷങ്ങളായിട്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് 1900 എഴുതിയ പുസ്തകമാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പുസ്തകം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിനെ സ്വാധീനിച്ച ഏറ്റവും വലിയ പുസ്തകങ്ങളിലൊന്നാണത്. അതാണ് അവിടെയാണ് സൈക്കോളജി വരിക. സൈക്ക് എന്നൊക്കെ പദങ്ങളൊക്കെ, സൈക്കോ അനാലിസിസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അതിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വാചകം ഞാൻ വായിക്കാം, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒറ്റ വാചകം.
Unexpressed emotions will never die. Unexpressed emotions will never die. They are buried alive. They are buried alive and will come forth later in uglier ways. ഞാൻ പറയുന്നതല്ല, 20-ാം നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച ചിന്തകന്മാരിൽ ഒരുവനായ നമ്മുടെ ചിന്തകനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന വാചകമാണ്. അൺഎക്സ്പ്രസ്ഡ് എമോഷൻസ് വിൽ നെവർ ഡൈ. നമ്മുടെ മനസ്സിൽ നാം എക്സ്പ്രസ് ചെയ്യാതെ, ആവിഷ്കരിക്കാതെ മൂടി വയ്ക്കുന്ന നമ്മുടെ എമോഷൻസ്, വികാരങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. നമ്മളതിനെ ജീവനോടെ കുഴിച്ചിടുകയാണ്. ആൻഡ് വിൽ കം ഫോർത്ത്, ഒരിക്കലത് തിരിച്ചു വരും. ലേറ്റർ, പിന്നീട് അത് തിരിച്ചു വരും. ഇൻ അഗ്ലിയർ വേസ്, മോശപ്പെട്ട രീതിയിൽ. ഈ വാചകത്തിൻ്റെ അകംപൊരുൾ നിങ്ങൾ ചിന്തിച്ചു. നമ്മളൊക്കെ നമ്മുടെ പല പല ഇമോഷൻസിനെയും വികാരങ്ങളെയും അടിച്ചമർത്തി വയ്ക്കുന്നവരാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം അവനെല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാനാവില്ല. പലയിടത്തും അവൻ സംയമനം ചെയ്യണം. പക്ഷേ ഈ സമന്വയം ചെയ്യുന്ന ചില വികാരങ്ങൾ അത് അവൻ മൂടി വയ്ക്കുന്നത്, കുഴിച്ചിടുന്നത് ജീവനോടെയാണ്. അത് വിൽ കം ഫോർത്ത്, ഒരിക്കൽ വരും. ചില ഏകാന്തതകളിൽ, സീത പറഞ്ഞ പോലെ ഏകാന്തതകളിൽ ചിലപ്പോൾ മനസ്സിൽ കുമാർഗങ്ങളിലൂടെ അത് തിരിച്ചു വരും. വിൽ കം ഫോർത്ത് ഇൻ അഗ്ലിയർ വേസ്, മോശപ്പെട്ട രീതിയിൽ. അപ്പോൾ ഒരുവരിൽ നിന്ന് മോശപ്പെട്ട രീതിയിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രവൃത്തി വരുമ്പോൾ നാം അന്നേരം വിചാരിച്ചോളുക, ഇത് ഒരിക്കൽ അവനിൽ കുഴിച്ചിട്ട, അവൻ ജീവനോടെ കുഴിച്ചിട്ട ഏതൊക്കെയോ വികാരങ്ങളുടെ ബഹിർഗമനമാണ്. അത് നമ്മൾ വൈദികർ അതിനെ അതിജീവിക്കണം. അവനെ ഓവർകം ചെയ്യണം. ഇങ്ങനെയുള്ള ചില വികാരങ്ങളെ അതിജീവിക്കണം. ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ആ ഒരു വൈകാരികതയുണ്ടല്ലോ, ആ ഒരു വാക്യം ഒത്തിരി ആശയങ്ങളെ ഉള്ളിൽ ഗർഭം ധരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനനം ചെയ്തെടുക്കുക. എന്താണ് പുരോഹിതൻ ചെയ്യേണ്ടത്? നളിനിയിൽ കുമാരനാശൻ വ്യക്തമായി അത് പറയുന്നുണ്ട്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും ഓമലെ വിവേകികൾ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും. അന്യജീവന്, കൺസേൺ ഫോർ ദി അതർ. പുരോഹിതൻ അതിന് വിളിക്കപ്പെട്ടവരാണ്. അവരുടെ ദൈവവിളി അതിനാണ്. അന്യജീവൻ ഉതകി, അന്യജീവൻ ഉതകണം അവരുടെ സ്വജീവിതം. അങ്ങനെയാണ് അവർ അവരുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. അല്ലാതെ അവനവന് വേണ്ടി ജീവിക്കലല്ല. കൺസേൺ ഫോർ അതർ, അതിനാണ് വൈദികൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം ജീവിതത്തെ അന്യജീവന് ഉതകുമാറ് അത് ധന്യമാക്കുക. അങ്ങനെയാണ് വൈദിക ജീവിതം ധന്യമാകുന്നത്. നമ്മുടെ വിശുദ്ധന്മാരെല്ലാം അങ്ങനെയാണ് ജീവിതത്തെ ധന്യമാക്കിയത്. മദർ തെരേസ യാഥാസ്ഥിതികമായ മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് കൽക്കട്ടയിലെ ദുരിതം പിടിച്ച തെരുവ് ജീവിതം ജനാലയങ്ങളിലൂടെ കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങിത്തിരിച്ചതാണ്. അതൊരു വിപ്ലവമാണ്. തൻ്റെ ജീവിതം ഈ വെറുതെ പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് മഠത്തിൽ ചെലവഴിക്കാനുള്ളതല്ലെന്ന് കണ്ടുപിടിച്ച ഒരു കന്യാസ്ത്രീയുടെ ജീവിതമാണ്. ഇറങ്ങിപ്പോക്കാണ്, മഠം ഉപേക്ഷിക്കലാണ്. അവരെ വിശുദ്ധതയിലേക്ക്, ജീവിക്കുന്ന വിശുദ്ധയിലേക്കും പിന്നീട് പെട്ടെന്ന് തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിശുദ്ധ പദവിയിലേക്ക് അവർ ഉയർത്തിയത്. അത് അന്യജീവൻ ഉതകുമാറ് സ്വന്തം ജീവിതത്തെ ധന്യമാക്കും. എല്ലാവർക്കും അങ്ങനെ പറ്റുന്നു വരില്ല. പക്ഷേ വൈദികർ ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണം. എൻ്റെ ജീവിതം ഇടവക ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ അവർ പള്ളിയിൽ വരുന്ന സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തതയ്ക്ക് വേണ്ടി വരുന്നവരെ വഴക്കുണ്ടാക്കി, അവരെ അസ്വസ്ഥരാക്കി അവരുടെ കുടുംബങ്ങളിലേക്ക് വിടുകയല്ല, അവരെ പള്ളിയിൽ നിന്ന് അകറ്റുകയല്ല. അവർ പള്ളിയിലേക്ക്, യേശുവിലേക്ക്, ജീവിതത്തിലേക്ക്, അവരെ നന്മകളിലേക്ക് അവരെ ആകർഷിക്കുകയാണ് എന്നുള്ള ബോധ്യം ഈ ദൈവവിളിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വൈദികരിലും നിർബന്ധമായും ഉണ്ടാവണം.
അതിൻ്റെ അഭാവമാണ് ഈ നമ്മുടെ എല്ലാ ഇടവകളിലും ഇപ്പോൾ ചുറ്റുപാടും കാണുന്നത്. പല ഇടവകളിലും ചുറ്റുവട്ടങ്ങളിൽ ഞാൻ കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, അറിയുന്നത് ഈ ഈ ഈ വൈദിക വിദ്വേഷത്തിൻ്റെ, വൈദിക രോഷത്തിൻ്റെ വാക്കുകളാണ്, ചെയ്തികളുടെ കഥകളാണ്. അതാണ് എന്നെ വേദനിപ്പിക്കുക. നിങ്ങൾ കുർബാന അർപ്പിക്കുന്നവരാണ്. കുർബാന ഒരു സമർപ്പണമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ചെയ്യും, ആ പ്രവർത്തി ചെയ്യും. പക്ഷെ അത് നിങ്ങൾ കുർബാന എന്ന് പറയുന്നത് സമർപ്പണം, അത് എടുത്തു ഭക്ഷിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ സത്ത. പങ്കുവയ്ക്കലാണ് അതിൻ്റെ സത്ത. നിങ്ങൾ എടുത്ത് പങ്കുവയ്ക്കുക. അത് ഏത് കൈകൾ കൊണ്ടാണ്? വിശുദ്ധമായ കൈകൾ കൊണ്ടാണ് നിങ്ങളത് പങ്കുവയ്ക്കേണ്ടത്. അല്ല, പണ്ട് കാലത്ത് ഞാൻ ഓർക്കാറുണ്ട്, കുറച്ച് ഞങ്ങളുടെ ഒരു വൈദികൻ കുർബാനയെല്ലാം കഴിഞ്ഞ് ആ വേഷഭൂഷാദികളോടെ പുറത്തേക്ക് സങ്കീർത്തിലേക്കൊക്കെ വരുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളുമായി ചെല്ലും അവരുടെ തലയ്ക്ക് പിടിപ്പിക്കാൻ. അച്ചോ, എൻ്റെ കുഞ്ഞിന് തലയ്ക്കൊന്ന് പിടിച്ചേര്. തലയ്ക്ക് പിടിക്കും. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് ഒരാശ്വാസം കിട്ടും. ഗുരുവിൻ്റെ പാദസ്പർശമല്ല, ഗുരുവിൻ്റെ കരസ്പർശം, പാദസ്പർശമല്ല നമുക്ക് മഹത്തരമായ ഒന്നായി തീരും. ഈ വിശ്വാസം നമുക്കുണ്ട്. അല്ല, ഈ 2 ദിവസം മുമ്പ് യു പിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു നാളദൈവത്തിൻ്റെ പരിപാടിക്ക് 2 ലക്ഷം പേർ ഓടിക്കൂടി. അതിപ്പോൾ 124 പേർ മരിച്ചു. ഇന്ന് ഞാൻ വായിച്ചതാണ്, 124 പേർ മരിച്ചു. 200 പേർ ആശുപത്രിയിൽ കിടക്കുന്നു. എന്താ? ദൈവത്തിൻ്റെ, ഒരു ആൾദൈവത്തിൻ്റെ ബാബയുടെ അനുഗ്രഹം തേടിപ്പോയതാണ്. അത്ര ശുദ്ധാത്മാക്കളാണ് നമ്മുടെ മനുഷ്യർ. വെറും സാധാരണ ജനം, യു പിയിലെ വെറും പാവപ്പെട്ട നിർധനരായ ജനങ്ങൾ 2 ലക്ഷം പേരാണ് ഒരു ബാബയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെന്നത്. ഇവൻ എന്ത് അനുഗ്രഹം കൊടുക്കാൻ ഇയാൾ? ഈ 2 ലക്ഷം പേർക്ക് എന്ത് അനുഗ്രഹം? അവർ സ്വയം ആർജിക്കുകയാണ് അനുഗ്രഹം. ബാബ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഈ ശുദ്ധ മനസ്ഥിതിയാണ്, ഈ ഗ്രാമീണ നിഷ്കളങ്ക മനസ്സാണ് ഒരു യുക്തിബോധത്തിനും അതീതമായി അവരെ അവിടെ എത്തിക്കുന്നത്. എന്നിട്ട് അവസാനം കലാപം, ഈ 120ഓളം പേർ, ഈ 124 പേർ മരിക്കാൻ കാരണം എന്താണ്? ബാബ ഇറങ്ങിയപ്പോൾ ബാബയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഓടിക്കൂടിയതാണ്. എന്തിനാ? ഇന്ന് ഞാൻ വായിച്ചതാണ്. ബാബ നിന്ന് നടന്നുപോയ വഴികളിലെ മണ്ണ് ആ മണ്ണ്, വിശുദ്ധമായ മണ്ണെടുത്ത് നെറുകയിൽ വയ്ക്കുവാൻ. എന്തൊരു ഇതാണ്! എന്തൊരു നിഷ്കളങ്ക ഗ്രാമീണ ദൈവികതയാണത്. ഒരു ബാബ, ആൾദൈവം നടന്നു പോയ പാദസ്പർശമേറ്റ മണ്ണ് എടുത്ത് തലയിൽ വയ്ക്കുവാൻ വേണ്ടി ഓടിക്കൂടിയവരെയാണ് ജനം. അത്ര ശുദ്ധാത്മാക്കളാണ് നമ്മുടെ മനുഷ്യർ. അത്ര ശുദ്ധാത്മാക്കളായ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ അടുത്തിലേക്ക് അവർ വരുന്നത്. അപ്പോൾ നിങ്ങളതിനെ അനുഗ്രഹിക്കുമ്പോൾ, അവരുടെ നെറുകയിൽ കൈവയ്ക്കുമ്പോൾ, അവർക്ക് അപ്പവും വീഞ്ഞും നൽകുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം. ഞാനൊരു രംഗം കൊണ്ടുവരാം. കുമാരനാശാൻ്റെ കരുണയിലെ രംഗമാണ് കരുണ എന്ന കാവ്യം. വാസവദത്ത, വേശ്യയായ വാസവദത്ത തെറ്റ് ചെയ്ത് അവർക്ക് കിട്ടിയ ശിക്ഷ കരചരണാദികൾ ഛേദിക്കപ്പെട്ട് അവൾ ഒരു ചുടുകാട്ടിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ബുദ്ധൻ്റെ ശിഷ്യൻ ഉപഗുപ്തൻ വരുന്നത്. ഉപഗുപ്തൻ വന്നവളെ ആശീർവദിക്കുകയാണ്. ഉപഗുപ്തൻ അവളെ ആശീർവദിക്കുമ്പോൾ എങ്ങനെയാ പറയുക? കരയായിക ഭഗിനി നീ കളകഭീരുത ശാന്തി വരും നിൻ വാർന്നെറുക ഞാൻ തലോടുവൻ. കരയായിക ഭഗിനി, ഉപഗുപ്തൻ അവൾ കരയുകയാണ്. കരയായിക ഭഗിനി കളകഭീരുത ശാന്തി വരും നിൻ വാർന്നെറുക തലോടുവൻ ഞാൻ. നിന്റെ നെറുകയിൽ ഞാൻ തലോടാം. ഈ കൈകളെ അതേ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചിരകാലം അഷ്ടമാർഗചാരിയ ആ പരിശുദ്ധ ഭഗവാന്റെ പാദസ്പർശമേറ്റ കൈയാൽ. എന്തൊരു പ്രയോഗമാണ്! ആ വിശുദ്ധ ഭഗവാന്റെ, അഷ്ടമാർഗത്തിൽ ചരിക്കുന്ന വിശുദ്ധ ഭഗവാന്റെ ശ്രീബുദ്ധൻ്റെ പാദങ്ങളിൽ സ്പർശിച്ച് തഴുകിയ കൈകളാണിത്. അത്ര നിർമ്മലമായ കരങ്ങളാണ്. ആ കരങ്ങൾ കൊണ്ട് മകളെ ഞാൻ നിന്റെ നെറുകയിൽ തലോടാം. ഗുരു അങ്ങനെയാണ് ആവുക. ഗുരുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ, അവൻ തലോടുമ്പോൾ
ആശ്വാസം അവിടെ വരികയാണ്. ഉണ്ടാവണം. കാരണം ആ കരങ്ങളിൽ, നിർമ്മലമായ കരങ്ങളിൽ നിന്ന് ഒരു വിശുദ്ധി, ഒരു ചൈതന്യം, ഒരു ആന്തരികത, സമാധാനം ആ നെറുകയിലേക്ക് വരും. അല്ലെ നിങ്ങളുടെ ഗുരു, അല്ലെ നമ്മുടെ ഗുരു യേശു അവരുടെ ശിഷ്യന്മാരുടെ പാതകൾ കഴിയില്ലേ? എന്തൊരു എളിമയാണ്! അതിനപ്പുറത്ത് എന്താ ലോകമുള്ളത്? ഒരു ഗുരുവിന് ചെയ്യാൻ പറ്റുന്നത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരു. ആ ശിഷ്യന്റെ, ആ ഗുരുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് നിങ്ങൾ. നിങ്ങളും വർഷത്തിലൊരിക്കൽ കുറെ പേരുടെ കാല് കഴുകുന്നുണ്ടല്ലോ, ഒറ്റ ദിവസം. ആ പാദങ്ങൾ കഴുകുന്ന വിശുദ്ധിയുണ്ടല്ലോ, അപരൻ്റെ പാദങ്ങൾ കഴുകുന്ന നൈർമല്യമുണ്ടല്ലോ, ആ എളിമയുടെ വിശുദ്ധി നിങ്ങൾ ആവഹിക്കണം. അപ്പോൾ നിങ്ങൾ താൽക്കാലികമായ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ നിങ്ങളുടെ അന്യരുടെ മേലുള്ള ശത്രുതയിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരാകണം. ചിരകാലം അഷ്ടമാർഗചാരിയ ആ ഭഗവാന്റെ പരിശുദ്ധ പാദപത്മം തുളച്ച കയ്യാലാണ് മകളെ ഞാൻ നിന്റെ നെറുകയിൽ കൈവയ്ക്കുന്നത് അതൊരു ആത്മബോധമാണ്, അതൊരു ആത്മവിശുദ്ധിയാണ്. അവിടെ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ശത്രുത, ഭിന്നിപ്പിക്കൽ, ഇതെല്ലാം ഉപേക്ഷിക്കലാണത്. അവരുടെ മേൽ നിങ്ങൾക്ക് സമാധാനമെന്നും പറഞ്ഞ് പലപ്പോഴും നിങ്ങൾ കൈപൊക്കുന്നുണ്ടല്ലോ. ഈ ആചരണത്തിൻ്റെ മേൽ, പള്ളിയിലിരിക്കുന്നവരുടെ മേൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉയർത്തുന്ന കൈകൾക്ക് മറ്റുള്ളവരുടെ മേൽ സമാധാനം വർഷിക്കുവാൻ സാധിക്കൂ. അത് ചെറിയ കാര്യമല്ല. ആ രീതിയിലേക്ക്, സമാധാനത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ, മനുഷ്യരുടെ ആത്മാവുകളിലേക്ക് നിങ്ങൾ മാറണം. ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങളുടെ ഏകാന്തതകളെ സംശുദ്ധമാക്കാൻ, ഏകാന്തതകളെ സർഗാത്മകമാക്കാൻ, നിങ്ങളെ ആശയപൂരിതമാക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ചരമ പ്രസംഗം ചെയ്യേണ്ടി വരും, കല്യാണ പ്രസംഗം ചെയ്യേണ്ടി വരും, എല്ലാ ഞായറാഴ്ചയും വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ല, നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിൾ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ഞായറാഴ്ചകളിൽ ഒരു ബൈബിൾ ഭാഗം വായിച്ച് വ്യാഖ്യാനിക്കുക. അതിനകത്ത് അത് തിരിച്ചു മറിച്ച് പറയല്ലാതെ അതിനകത്ത് ഒരു ആന്തരികത, അതിൻ്റെ സത്ത, അതിൻ്റെ ഉള്ള് എത്ര കൊണ്ട് നിങ്ങൾ ഈ ജനതയുടെ മേൽ കൊണ്ടുവരുന്നു? എന്തുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് നിങ്ങൾ 8 മിനിറ്റ് കൂടുതൽ, മാർപ്പാപ്പ ഈയിടെ കണ്ടത് 8 മിനിറ്റ് കൂടുതൽ നിങ്ങൾ പള്ളി പ്രസംഗിക്കരുതെന്ന് പറയുന്നു? ജനത്തിൻ്റെ മനസ്സ് മാറിപ്പോകും. 8 മിനിറ്റിൽ സുകുമാർ അഴീക്കോട് 1-1.5 മണിക്കൂറാണ് സംസാരിക്കുന്നത്. MK സാനു മാഷ്, MN വിജയൻ മരിച്ചുപോയി, ഇവരൊക്കെ സംസാരിക്കുന്നത് 1.5 മണിക്കൂറാണ്. ജനം അവരിൽ നിന്ന് അകലുന്നില്ലല്ലോ. കാരണം അവരുടെ വാക്കുകളിൽ വിശുദ്ധമുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ 8 മിനിറ്റോ 10 മിനിറ്റോ 15 അരമണിക്കൂറോ പറഞ്ഞോളൂ, പക്ഷെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാവണം. അതുണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആശയങ്ങൾ കൊണ്ട് നിറയണം. ഞാൻ ചിലപ്പോൾ എന്നെ പ്രചോദിപ്പിച്ച, അത് ശരിയാവണമെന്നില്ല, പ്രചോദിപ്പിച്ച ചില പുസ്തകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. നിശ്ചയമായും നിങ്ങൾ വായിക്കേണ്ട, നിങ്ങളുടെ ഏകാന്തതകളെ സഫലീകരിക്കേണ്ട പുസ്തകം ഒന്ന് ദി ബ്രദേഴ്സ് കാരമസോവ്, റഷ്യൻ നോവലിസ്റ്റ് ദോസ്തോവസ്കിയുടെ ലോകപ്രശസ്തമായ നോവലാണ്. ഞാൻ വായിച്ച ഏറ്റവും വലിയ ഒരു പുസ്തകമാണ്, ഒരു നോവലാണ്. ഈ നോവലിൽ ഞാൻ 4-5 വട്ടം വായിച്ച ഈ വലിയ പുസ്തകം, ഈ നോവലിൽ നിങ്ങൾ ജീവിതം മുഴുവൻ കാണും. ജീവിതം നിങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് ആർജിക്കാനാവാത്ത വിജ്ഞാനം, അറിവ്, അനുഭവങ്ങൾ ഈ ഏതാനും ദിവസത്തെ വായന കൊണ്ട് നിങ്ങൾക്ക് തരും. ഇത് നിങ്ങളുടെ ആന്തരിക ലോകത്തെ സമ്പന്നമാക്കും. ഇതിനകത്തെല്ലാം ഉണ്ട്. ജീവിതം നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാം ഉണ്ട്. റഷ്യൻ നോവലിസ്റ്റാണ്. ഞാൻ ഈ നോവലിസ്റ്റിൻ്റെ 5-8 വർഷം മുമ്പ് നോവലിസ്റ്റിൻ്റെ അവിടെ പോയതാണ്, മ്യൂസിയത്തിൽ പോയതാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിലെ. അവിടെയാണ് അദ്ദേഹത്തിന് ജനിച്ചു മരിച്ചത്. ബ്രദേഴ്സ് കാരമസോവ്. ഇത് വായിക്കേണ്ട നിങ്ങൾ പുസ്തകമാണ്. മറ്റൊന്ന്, എന്നെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകം പലരും വായിച്ചു കാണും, അല്ലെങ്കിൽ വീണ്ടും വായിക്കണം. നിക്കോസ് കസാൻസാക്കിസിൻ്റെ ദിസ് സെയിൻറ്റ് ഫ്രാൻസിസ്. എന്തൊരു ആത്മീയതയാണ് ഇതിനകത്ത് കെട്ടുക. നമ്മൾ വായനയിലൂടെ നമ്മളിലേക്കൊരു
ഒരു ആത്മീയത കൊണ്ടുവരികയാണ്, ആനന്ദം കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, ആത്മാവിൻ്റെ വേദനകൾ, ശരീരവും, നിങ്ങളൊക്കെ ഇത് വായിരെന്നറിയോ, ഈ ശരീരവും മാംസവും രക്തവും ആത്മാവും തമ്മിലുള്ള സംഘർഷമാണ് ഈ പുസ്തകം. നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്. നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സംഘർഷം, അതെല്ലാം ഇതിനകത്തുണ്ട്. അതിനെ ഓവർകം ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥയാണിത്. സെയിൻറ്റ് ഫ്രാൻസിസ്, അദ്ദേഹത്തിന് ക്ലാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം നിരസിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രണയ നിരാസം സർവ്വജീവജാലങ്ങളിലേക്കും ആ പ്രണയത്തെ അദ്ദേഹം പരിവർത്തനം ചെയ്തു, മാറ്റി. ക്ലാര എന്ന പെൺകുട്ടിയോടുള്ള പ്രണയത്തെ അദ്ദേഹം മാറ്റി രൂപാന്തരപ്പെടുത്തി സകല പ്രപഞ്ചങ്ങളിലേക്കും ആ പ്രണയത്തെ അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം പ്രകൃതി ഗായകനായത്. അതുകൊണ്ട് അദ്ദേഹം വനാന്തരത്തിൽ പോയിരിക്കുമ്പോൾ ചെന്നായ്ക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, കൂട്ടുകാരാവും. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഒരു ചെന്നായ ഉണ്ടായിരുന്നു. അദ്ദേഹം തനിച്ചിരിക്കുമ്പോൾ കിളികൾ വരും പാട്ടുപാടിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ദേഹത്തും ചുമരിലും തലയിലും എല്ലാം കയറിയിരിക്കും ചുമരികൾ. അദ്ദേഹം നടന്നു പോകുമ്പോൾ വഴിതെറ്റിയ മരങ്ങൾ പൂക്കും, അദ്ദേഹം സ്പർശിക്കുമ്പോൾ അടിമുടി പൂക്കും. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സഖി എന്നാണ് വിളിക്കുന്നത്. ആൽമണ്ട് മരമുണ്ട്, ആൽമണ്ട് മരം. ആ മരത്തെ തൊട്ടപ്പോൾ അത് അടിമുടി പൂത്തു. പ്രകൃതിയാണത്, അടിമുടി പൂത്തു. ക്ലാര അവസാനം മഠത്തിൽ ചേർന്നു. ക്ലാര മഠത്തിൽ, അതാണ് ക്ലാരിസ്റ്റ്. ക്ലാര മഠത്തിലേക്ക് ഫ്രാൻസിസിനെ ക്ഷണിച്ചു അവിടെ പ്രാർത്ഥിക്കാൻ. ഫ്രാൻസിസ് പോയില്ല. ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ വരാം. മഠത്തിലേക്കുള്ള വഴികളിൽ വെള്ളപ്പൂക്കൾ വിരിയുന്ന ദിവസം ഞാൻ വരാം. അത് കാലം, ആ സമയത്ത് ഒരു 5-6 മാസം കഴിയാതെ പൂക്കൾ അവിടെ ഉണ്ടാവില്ല. സീസൺ അല്ല, പൂക്കൾ വിരിയുന്ന സീസൺ അല്ല. പിറ്റേ ദിവസം ബ്രദർ ലിയോ ഓടി വന്ന് പറയുന്നു, ഫ്രാൻസിസ്, ക്ലാരയുടെ മഠത്തിലേക്കുള്ള വഴിയരികിലെ പൂക്കൾ, വെള്ളപ്പൂക്കൾ ഇതാ എല്ലാം നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്നു, നീ അങ്ങോട്ട് പോകണം. ഫ്രാൻസിസ് പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ മഠത്തിൽ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുറ്റും ജനം ഓടിക്കൂടി. എന്നറിയോ, ജനം ദൂരെ നിന്ന് നോക്കി ജനം കണ്ടു, അഗ്നിനാളങ്ങൾ പോലെ എന്തോ കണ്ടു. അവിടുത്തെ മഠത്തിലെ ചാപ്പലിന് തീ പിടിക്കുകയാണെന്ന് ജനം ഓടിക്കൂടി. അതാ പ്രാർത്ഥനാ നാളങ്ങളായിരുന്നു. ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനാ നാളങ്ങൾ അഗ്നി പോലെ ആ ചാപ്പലിനെ മറികടന്നുപോയി. ഇതാണ് ആത്മീയത, ഇതാണ് ആന്തരികത. സെയിൻറ്റ് ഫ്രാൻസിസ്. മറ്റൊരു വിവാദ പുസ്തകം, ഇത് വിവാദ പുസ്തകമല്ല, ഇങ്ങനെ വലിയൊരു പുസ്തകം എഴുതി. ആര്? ഈ നിക്കോസ് കസാൻസാക്കിസ് ഉണ്ടോ? ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ലാസ്റ്റ് ടെംപ്റ്റേഷൻ. ഇതാണ് കുണ്ടോളം തിരുമേനിയൊക്കെ പണ്ട് ബഹളുണ്ടാക്കി തൃശ്ശൂർ. ഇത് ലാസ്റ്റ് ടെംപ്റ്റേഷനാണ്, ക്രിസ്തുവിൻ്റെ ഒരു അന്ത്യപ്രലോഭനം. ബൈബിളിൽ നിന്ന് അകലെ യേശുവിൻ്റെ ജീവിതത്തെ കൂടുതൽ എന്നെ അടുപ്പിച്ചത്, അനുഭവിപ്പിച്ചത് ഈ പുസ്തകമാണ്. ലാസ്റ്റ് ടെംപ്റ്റേഷനാണ്. മനുഷ്യപുത്രനായ യേശുവിനെ ഞാൻ അടുത്തറിഞ്ഞത് ഈ പുസ്തകത്തിലൂടെയാണ്. നിങ്ങളിതൊക്കെ വായിക്കേ. ഒരു മനുഷ്യൻ തൻ്റെ ജന്മങ്ങളെ സഫലമാക്കിയതിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ, ത്യാഗങ്ങളിലൂടെ നേടിയെടുത്ത അനുഭവങ്ങളുടെ, വേദനകളുടെ പര്യായമാണ് ഈ പുസ്തകം, ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ വായിരേ. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇനി വായിക്കേണ്ട പുസ്തകം ഖലീൽ ജിബ്രാൻ്റെ പുസ്തകമാണ്. ഖലീൽ ജിബ്രാൻ ഏറ്റവും പ്രശസ്തമായ, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സാണിത്. ഖലീൽ ജിബ്രാൻ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ദി പ്രോഫറ്റാണ്. അത് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിന്, മരണത്തിന്, ചരമപ്രസംഗത്തിന്, മരണപ്രസംഗത്തിന് എല്ലാം ഇതിനകത്തുനിന്ന് ഇമേജറികളുണ്ട്. അങ്ങനെ നിങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക. ചുമ്മാ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയാതെ നിങ്ങൾ ബിംബകൽപ്പനകൾ കൊണ്ടുവരൂ, ഉപമകൾ കൊണ്ടുവരൂ, കഥകൾ കൊണ്ടുവരൂ, ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത കഥകൾ കൊണ്ടുവരൂ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ. അതിന് ഉപകരിക്കും ഇത്. ചുമ്മാ വെറുതെ ജീവിതത്തെ അല്ലെങ്കിൽ അലസതപ്പെടുത്താതെ സർഗാത്മകമാക്കി ഇതിനെ കൊണ്ടുപോകൂ. നിങ്ങൾ അനുഭവങ്ങൾ തേടുക. ഇത് കൊണ്ടോ
ഖലീൽ ജിബ്രാൻ. ഇതിനകത്തൊരു മറ്റൊരു അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു കൃതിയുള്ളത് ജീസസ് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനായ യേശു. അതൊക്കെ വായിരെ, മനുഷ്യപുത്രനായ യേശു, ഖലീൽ ജിബ്രാൻ. മറ്റൊരു നോവൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം, സിദ്ധാർത്ഥ. ഞാനിവിടെ ജർമ്മനിയിൽ പോയതാണ്. സിദ്ധാർത്ഥ, ഹെർമൻ ഹെസ്സയുടെ നോവൽ സിദ്ധാർത്ഥ. ചെറിയ പുസ്തകമാണ്. ഒരു മനുഷ്യൻ്റെ അലച്ചിലാണ്, സത്യം തേടിയുള്ള അലച്ചിൽ. നമ്മളൊക്കെ സത്യാന്വേഷകരല്ലേ? നമ്മുടെ ജീവിത ലക്ഷ്യം സത്യം തേടലല്ലേ? അവസാനം എവിടെ എത്തി നിൽക്കുന്നു സത്യാന്വേഷകൻ? സിദ്ധാർത്ഥ, ഹെർമൻ ഹെസ്സെ നമുക്ക് മലയാളി ബന്ധമുണ്ട്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കൊച്ചുമകനാണ്. നമുക്ക് ഡിക്ഷണറിയൊക്കെ ആദ്യം മലയാളത്തിൽ എഴുതിയ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മകളുടെ മകനാണ് ഹെർമൻ ഹെസ്സെ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഈ സിദ്ധാർത്ഥ. ഞാൻ മറ്റൊരു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, ടാഗോറിൻ്റെ ഗീതാഞ്ജലി. ഇത് കഴിഞ്ഞ 60 വർഷമായി എൻ്റെ കൂടെയുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് പുസ്തകമുണ്ട്, ഗീതാഞ്ജലി. ഞാൻ ദിവസവും വായിക്കുന്ന പുസ്തകമാണ്. എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനെ ശാന്തമാക്കാൻ ഞാൻ വായിക്കുന്ന പുസ്തകമാണ് ഗീതാഞ്ജലി. ഇതിനകത്ത് ഈ ഗീതാഞ്ജലിയിൽ നിന്ന് ഒരു ഇമേജ് പോലും ഒരു ചരമപ്രസംഗത്തിലും ഒരു വിവാഹ പ്രസംഗത്തിലും ഞാൻ കേട്ടിട്ടില്ല. എത്ര മനോഹരങ്ങളായ ഇമേജറുകൾ ഇതിനകത്തുണ്ട്. ഒരു വൈദികൻ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ടാഗോറിൻ്റെ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് ആദ്യം കൊണ്ടുവന്ന, പിന്നെ ആരും കൊണ്ടുവന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ട് ടാഗോറിൻ്റെ ഗീതാഞ്ജലി. ഇതിൻ്റെ ഓരോ ഖണ്ഡങ്ങളും നമ്മളെ ആത്മീയമായ നിർവൃതിയിലേക്ക് കൊണ്ടുപോകും. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ്. നിങ്ങളെല്ലാം മറ്റുള്ളവരുടെ സുവിശേഷം വായിക്കും. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ്. ജീസസ് എഴുതിയ ഒരു ഗോസ്പലുണ്ട്. അത് പോർച്ചുഗീസ് നോവലിസ്റ്റായ സുഷേ സരമാഗു എഴുതിയ നോവലാണ്. ആ നോവൽ ഇതൊക്കെ നിങ്ങൾ യേശുവിനെ അടുത്തറിയാനുള്ള ഉപകരണങ്ങളാണ്, സംഗതികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള മഹത്തായ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഗീതാഞ്ജലി, പ്രോഫറ്റ്, ജീസസ് ദ സൺ ഓഫ് മാൻ, ലാസ്റ്റ് ടെംപ്ടേഷൻ, സിദ്ധാർത്ഥ, ഇങ്ങനെയുള്ള നോവലുകൾ, കൃതികൾ വായിക്കുക. അത് നിങ്ങളെ സമ്പന്നമാക്കും. നിങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കും. നിങ്ങൾക്ക് പിന്നെ മോശം പെരുമാറാനാവില്ല. ഒരു മനുഷ്യരോടും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യരോടും വിദ്വേഷം വെച്ച് പുലർത്താനോ ഒന്നും നിങ്ങൾക്കാവില്ല. നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളുടെയും പ്രതിഫലനമായിട്ടാണ് നിങ്ങൾ ഒരു ജനതയെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കഥകളാണ് ഞാൻ ജീവിതത്തിൽ ചുറ്റുവട്ടത്തിൽ കേൾക്കുന്നത്. അത് പാടില്ല. നിങ്ങൾ കാരുണികരോ, കൺസേൺ ഫോർ ദി അതർ, നിങ്ങൾ കരുണയുള്ളവരാകണം. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു അദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാവ്യം അനുകമ്പാശതകത്തിൻ്റെ ആരംഭ വരികൾ ഏതാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ കരുണാകര എന്നിൽ തോന്നുമാറാകണം. അതാണ് അനുകമ്പ. നിങ്ങൾ അനുകമ്പയുള്ളവരാകുക. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ആ ചിന്ത, അനുകമ്പ സദാ കരുണാകര ഈശ്വര എൻ്റെ മനസ്സിൽ തോന്നുമാറാകണം. അതാണ് അനുകമ്പാശതകത്തിൻ്റെ ആദ്യത്തെ വരികൾ. അതാണ് നിങ്ങൾ അനുകമ്പയുള്ളവരാകുക. യേശു നമ്മുടെ എല്ലാമായ യേശു, ആ യേശുവിനാണ് നിങ്ങൾ പ്രതിപുരുഷന്മാരായിരിക്കുന്നത്. പാപിയായ സ്ത്രീ കടന്നു ചെന്നപ്പോൾ അവളെ സ്വീകരിക്കുകയല്ലേ ചെയ്തത്? അവളെ കല്ലെടുത്ത് കൊല്ലാൻ തുടങ്ങിയപ്പോൾ, എറിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ആ സ്ത്രീയോട് കൊല്ലട എന്നല്ല പറയുകയാണ് ചെയ്തത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയാനാണ് പറഞ്ഞത്. ജനം ഓരോ കല്ലിട്ടു പോയി. ആ നിസ്സഹായ സ്ത്രീ ജീവിതത്തിൽ പിന്നെ യേശുവിനെ അല്ലാതെ ആരെ ആരാധിക്കും? തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മഹാദീനാനുകമ്പനായ മനുഷ്യൻ, മകളെ നീ പോവുക, ഇനി പാപം ചെയ്യരുത്, ഇനി നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അതാണ് യേശു.
അധികം. പഴയ നിയമത്തിൽ സൂസന്ന കല്ലെറിഞ്ഞ് പാപിനിയായ സൂസന്റെ കല്ലെറിയപ്പെട്ട് കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവാചകനെ പോലെ കടന്നു ചെന്നില്ലേ? അവർ അരുത്. അതാണ് ധൈര്യം, അതാണ് ധൈര്യം, അതാണ് ധീരത, അതാണ് ദൈവികത. നിങ്ങൾ അതിലേക്ക് വളരുക. വൈദികരെ, ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനും പറയാൻ ഇവൻ ആരാണ്, ഞങ്ങളെ ഉപദേശിക്കാൻ ഇവൻ ആരാണെന്ന് ചോദ്യം വരാം. ഞാൻ ആരുമല്ല. 32 വർഷം കുറേ യുവാക്കളെ, ആയിരക്കണക്കിന് യുവാക്കളെ പഠിപ്പിച്ച് ആർജിച്ച പുണ്യം എന്നിലുണ്ട്. ഞാനൊരു ഗുരുവാണ്. ഗുരുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഗു ഇരുട്ടാണ്. രോദനം ചെയ്യും, മാറ്റുക. ഇരുട്ടിനെ മാറ്റുന്നവനാണ് ഗുരു. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം, പദാർത്ഥം ഇരുട്ടിനെ മാറ്റുന്നവൻ. ഞാനും ഒരു ഗുരുവാണ്, ഒരു എളിയ ഗുരു, പ്രായമായ ഒരു ഗുരു. ആ എളിയ ഗുരുവിൻ്റെ, പാവപ്പെട്ട ഒരുവൻ്റെ ഈ പാവപ്പെട്ട വാക്കുകളെ നിങ്ങൾ അതിൻ്റെ എല്ലാ ആത്മാർത്ഥതയോടെയും അതിൻ്റെ എല്ലാ വികാരത്തോടെയും സ്വീകരിക്കുക. നിങ്ങൾ നന്മയുള്ളവരാവുക. നിങ്ങൾ വിദ്വേഷവും ഭിന്നതയും വൈരാഗ്യവും ഇടവുകളിൽ പ്രകടിപ്പിക്കുന്നവരായി മാറാതെ നന്മയുടെ, നീതിയുടെ ഭാഗത്ത് നിൽക്കുക. നിങ്ങൾ നല്ലവരാവുക. നിങ്ങൾ മാതൃകളാവുക. ഇടവകജനത്തിൻ്റെ പ്രിയപ്പെട്ടവരാവുക. പള്ളിയിലേക്ക് വീണ്ടും വീണ്ടും വരാൻ അവരെ നിങ്ങൾ പ്രചോദിതരാവുക. പള്ളിയിൽ നിന്നവരെ മാറ്റാതിരിക്കുക. നന്ദി.